എക്സ് ഡി മാറ്റിൻ്റെ ഏഞ്ചൽ വണ്ണിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് വരിക. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഫോണിൽ വന്ന OTP ടൈപ്പ് ചെയ്യുക, ദെൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഇവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ഇതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, പിന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്തും ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ തന്നെയല്ല പൈസ വരണ്ടേ എന്നുള്ളത് ഒന്ന് റീകൺഫേം ചെയ്യുക. അടുത്ത KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രൊസീഡ് ടു ഡിജി ലോക്കർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. ഈ ഒരു ഓപ്ഷനിൽ ഈ കാണുന്ന കോളത്തിൽ ടിക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എലോ കൊടുക്കുക. ഇതിൽ ഓപ്പൺ ക്യാമറ സെലക്ട് ചെയ്തിട്ട് നല്ലൊരു സെൽഫി എടുക്കുക. അപ്പോൾ അതിൽ എഴുതി കാണിക്കുന്ന പോലെ ഇൻസ്ട്രക്ഷൻ പോലെ ക്യാമറ മുന്നോട്ടും ബാക്കോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രീൻ റൗണ്ട് വരുമ്പോൾ സെൽഫി എടുക്കാം. ഈ ഒരു ഓപ്ഷനിൽ ഡ്രോ യുവർ സിഗ്നേച്ചർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് വരും. അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും ബാങ്കും കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊവൈഡ് കൺസെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസെൻറ്റ് സക്സസ്ഫുള്ളി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങളെ ആനുവൽ ഇൻകം അതിൽ കൊടുക്കുക, ഇയർലി ആണെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഇതിൽ നിങ്ങളുടെ ജെൻഡർ, പിന്നെ അതുപോലെ മാരീഡ് ആണോ, പിന്നെ ഫാദേഴ്സ് നെയിം കാര്യങ്ങൾ വരും. പിന്നെ ഓൾ സെഗ്മെൻറ്റ് അവിടെ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമ്മുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്, നമ്മൾ റിലേഷനും പിന്നെ അവർക്ക് എത്ര പെർസെൻറ്റേജ് ഷെയർ പോകണമെന്ന് 100% അങ്ങനെ, പിന്നെ അവരുടെ പാൻ നമ്പറും ആധാർ നമ്പറും. ഇതിൽ പ്രൊസീഡ് ടു ഇ സൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വൺസ് അഗെയിൻ ആ പ്രൊസീഡ് ടു ഇ സൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് സെബിയുടെ ഡിസ്ക്ലോഷറാണ്, ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് ഏഞ്ചൽ വണ്ണിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ, ഐ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ. നമ്മളിപ്പം ഫേസ്ബുക്കിലും കാര്യത്തിലൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ഇവിടെ ആധാർ നമ്പർ കൊടുത്തിട്ട് അവിടെ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫോണിൽ വന്ന OTP ഈ ഒരു കോളത്തിൽ എൻറ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് കാണാം. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് ആ ഒരു കോളത്തിൽ കണ്ടോ വി സ്റ്റാറ്റസ് എന്നുള്ളത്, അപ്പോൾ അത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് കാണാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇതിൽ അണ്ടർ പ്രോഗ്രസ്സിലാണ് ഉള്ളത്. നമുക്കൊരു 24 ഹവറിൻ്റെ ഉള്ളിൽ സാധാരണ രീതിയിൽ നമുക്കിത് അപ്രൂവ് ആയി കിട്ടും, നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവായി കിട്ടും.